അസിസ്റ്റന്റ് ആയിട്ട് വന്നു, അസോസിയേറ്റ് ആയി, ഇപ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവിധ പ്രാർത്ഥനകളും മംഗളങ്ങളും നേരുന്നതിനോടൊപ്പം വോട്ട് യു ഫീൽ റൈറ്റ് നൗ, ഈ ഒരു മൊമെന്റിൽ എന്താണെന്ന് എനിക്ക് തോന്നുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ഇമോഷൻസിലൂടെയാണ് ഞാനിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അത്രയും സന്തോഷം, അതിൻ്റെ കൂടെ അത്രയും തന്നെ ടെൻഷനും ഉണ്ട്. എനിക്ക് ആക്ച്വലി എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഒരുപാട് നന്ദി. എന്നെ വിശ്വസിച്ച് എൻ്റെ ഒപ്പം നിന്ന ബാദുകയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഷൈൻ സാറിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇവിടെ വന്ന എല്ലാവരെയും കണ്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. കൂടുതലൊന്നും എനിക്കങ്ങനെ പറയാനില്ല. ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. താങ്ക് യു. So I think Anandini getting a little bit emotional right now, അല്ലെ? ഒരു വലിയ സന്തോഷത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെ, ഒരു സന്തോഷ കണ്ണുനീരോടെ ആനന്ദിനിയുടെ മുഖത്ത് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായും ഒരു വൻ വിജയമായി തീരട്ടെ. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും ഒരുപാട് നല്ല ചിത്രങ്ങൾ ആനന്ദിയിൽ നിന്നും ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സോ വൺസ് അഗൈൻ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. യെസ്. എല്ലാവർക്കും നമസ്കാരം. വളരെ യാദൃശ്ചികമായിട്ടായിരുന്നു ഷൈൻ സാറിൻ്റെ കോള് എന്നെ തേടി എത്തുകയും അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് ഞാൻ എത്തപ്പെടുന്നത്. എന്നെ കണ്ടാൽ വളരെ മാന്യനായിട്ട് തോന്നുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. എല്ലാ സിനിമകളിലും എനിക്ക് മാന്യതയുള്ള ഒരു വേഷമായിരുന്നു. പക്ഷേ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഞാൻ ഒരു ഉഴപ്പൻ ക്യാരക്ടറാണ് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. സിനിമ കാണാൻ എന്നതുപോലെ തന്നെ എൻ്റെ കഥാപാത്രത്തെയും ഞാൻ നോക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഞാൻ ഉഴപ്പനായിട്ട് ഞാൻ തന്നെ, എന്നോടൊപ്പം ബൈജു ചേട്ടനുമുണ്ട്, ഞാനും ബൈജു ചേട്ടനുമാണ് കൂട്ടുകാർ. നമ്മുടെ ബാബുരായേട്ടൻ്റെ ഐഡിയൊക്കെ ആവശ്യത്തിന് മേടിക്കുന്നുണ്ട്. ജോജിക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ചിത്രമാണ്. എന്തായാലും ടീമിന് വലിയ ആശംസകൾ. ചിത്രം വലിയ ഒരു ചരിത്ര വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും പറഞ്ഞ പോലെ ഒരുപാട് കാത്തിരുന്ന ഒരു സിനിമയാണ്, ഗംഭീര സിനിമയാണ്. താങ്ക്സ് ടു അപ്ഡേറ്റ് ഷൈൻ, ആനന്ദിനി ആൻഡ് ബാദു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എന്താണ് ക്യാരക്ടർ എന്നുള്ളത് ജോജി പറഞ്ഞ പോലെ പടം ഇറങ്ങി കണ്ടു കഴിഞ്ഞാൽ കൈ കിട്ടിയ രണ്ടെണ്ണം പൊട്ടിക്കുന്ന അതേ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. രണ്ട് ഡിഫറെൻറ്റ് ലുക്കുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ഈ സിനിമ മൊത്തം. താങ്ക് യു. ഗോഡ് ബ്ലെസ്. എല്ലാവർക്കും നമസ്കാരം. ആനന്ദിനി ബാല ഡയറക്ടർ, ആദ്യമായിട്ടൊരു നമ്മുടെ ഒരു ലേഡി നമ്മളെ ഡയറക്ടർ ചെയ്യുന്നത് എനിക്കില്ല. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ നമ്മൾ നെഗറ്റീവ് കഥാപാത്രമാണ്. അപ്പം അതൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു അതിശയം അത് കാണുമ്പോഴായിരുന്നു. പിന്നെ ഇത് ബാബുവേട്ടൻ പറഞ്ഞ പോലെ കുറച്ച് ലേറ്റായി, എന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നു. സന്തോഷം. താങ്ക് യു. സോ ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. റേച്ചൽ എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ആദ്യം തന്നെ ഇത്രയും നല്ലൊരു അവസരം തന്ന ആനന്ദിനി മാമിനും ഷൈൻ സാറിനും എല്ലാവർക്കും താങ്ക് യു. എൻ്റെ ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് തന്നെ ഷൂട്ടിലും ഒക്കെ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ആക്ട് ചെയ്യാനൊക്കെ പറ്റിയത്. താങ്ക്സ് ടു മാം. സോ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. എല്ലാവരും റിലീസായ പോയി കാണണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത്. ഈ അവസരത്തിൽ ബാദുക്കയോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കാരണം ബാദുക്കയാണ് എന്നെ വിളിക്കുന്നത്. ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്. ആനന്ദിനി മാം എന്ന് പറയുന്നൊരു പുതിയൊരാളാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇതിൽ നല്ലൊരു ക്യാരക്ടറുണ്ട്. എന്നെ സംബന്ധിച്ച് ദൃശ്യം എന്ന് പറയുന്നൊരു എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു സിനിമയിൽ നിന്ന്, അതായത് ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൽ നിന്നൊരു ബ്രേക്ക്, അതായത് നെക്സ്റ്റ് ഒരു ചലഞ്ചിങ് ആയിട്ടൊരു ക്യാരക്ടർ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു മലയാളത്തിൽ. അപ്പം അതുപോലൊരു റോളാണ്. അപ്പം ഈ സമയത്ത് ഷൈൻ ചേട്ടനും ബാദകക്കും ആനന്ദിനിക്കും ഒരുപാട് നന്ദി. അപ്പം സിനിമ December 6 റിലീസാവാണ്. അപ്പം ഒരുപാട് പ്രതീക്ഷയുണ്ട്. എല്ലാവരും കാണാം. താങ്ക് യു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം.
നല്ല സിനിമ, റേച്ചലിൻ്റെ ഒരു നല്ല കഥാപാത്രം ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു വേഷം ചെയ്യാൻ പറ്റിയില്ല. എനിക്കും ഭയങ്കര സന്തോഷം അവരുടെ കൂടെ ഭാഗമാക്കാൻ സാധിച്ചതിൽ. എല്ലാം നല്ല രീതിയിലായിരുന്നു. ഒരു സമാധാനമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ സിനിമ ചെയ്തത്. പിന്നെ നമ്മുടെ അനന്തിനി വളരെ കഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞാൽ മഞ്ഞും മഴയും എല്ലാം കൂടി കൊണ്ടിട്ട് വിഷമിച്ച്, എന്നാലും ഒരു തലയിലൊരു തുണി പോലും ഇടാണ്ട് ഇങ്ങനെ നിന്ന് എന്നാലും അത് ചെയ്യാനായിട്ടുള്ള ആ വ്യഗ്രത അതിൻ്റെ ഞാൻ പലപ്പോഴും വിളിച്ച് മെസ്സേജൊക്കെ ഇടും, ചോദിക്കും എന്താ സിനിമ വരാത്തത്, സിനിമയ്ക്ക് എന്താണ് ഇത്ര താമസം വന്നു പോയി, നമ്മുടെ നല്ലൊരു സിനിമയാണല്ലോ, അത് വന്നിട്ടില്ലല്ലോ ഇത്ര നാളായിട്ട്. വരും ചേച്ചി വരും, കുറച്ച് താമസമൊക്കെ ഉണ്ടെങ്കിൽ വരും എന്ന് പറഞ്ഞു. അപ്പൊ ഈ വിളിച്ചപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു. കാരണം ഒരു നല്ല സിനിമ നമുക്ക് കാണാനുള്ളത് വരാത്തതിലുള്ളൊരു സങ്കടം. അപ്പൊ നമ്മൾ അഭിനയിച്ച ആൾക്കാർക്കുള്ളതിനേക്കാളും അതിന്റെ പ്രൊഡ്യൂസേഴ്സിനും അതിന്റെ കൺട്രോളർ എടുത്ത് ചെയ്യണ ബാക്കിയൊക്കെ എന്തോരം വിഷമിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ ഓർത്തു. കാരണം നമ്മളൊരു വർക്ക് ചെയ്തതിന്റെ ഒരു പരമാവധി നല്ല രീതിയിൽ ചെയ്തിട്ട് അത് വരാതിരിക്കുമ്പോഴുള്ള തിയേറ്ററിലേക്ക് എത്തുമ്പോഴാണല്ലോ നമുക്ക് നല്ലതാണോ ചെയ്തതെന്ന് ആര് പറയും, എങ്ങനെയായിരിക്കും പ്രതികരിക്കണം എന്നുള്ള ഒരു പ്രയാസം എല്ലാവരുടെ ഉള്ളിലുണ്ടാവും. അതുപോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു. എനിക്ക് ഹരിയുടെ ഈ വേഷം വളരെ സന്തോഷമായി. പിന്നെ ഞാൻ ചെയ്ത അപ്പൻ എന്ന സിനിമയിൽ അഭിനയിച്ച രാധിക വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എല്ലാവരും കിട്ടിയ റോളുകളെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അത് ഡിസംബർ 6-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, കണ്ട് സന്തോഷിക്കുക, മറ്റുള്ളവരോട് അതിന്റെ അഭിപ്രായങ്ങൾ അറിയുമ്പോഴാണ് ഇനിയുള്ള സന്തോഷം. ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു പോളി. ആനന്ദിനിയാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ കഥ പറഞ്ഞപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഒരു കാര്യം ഇതിൽ കുറച്ച് ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അധികം ക്യാരക്ടേഴ്സ് വരില്ല, ഇപ്പൊ ഫീമെയിലിന് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ്. അപ്പൊ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്. പിന്നെ സിനിമയെ പറ്റി കൂടുതൽ അറിഞ്ഞപ്പോഴും വർക്ക് ചെയ്തപ്പോഴും മൊത്തത്തിൽ ഈ സിനിമ ഒരു ഭയങ്കര രസമുള്ളൊരു കഥയാണ് എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഞാൻ ആനന്ദിനിയോട് എപ്പോഴും ഇങ്ങനെ പറയും, ഫിലിം ബൈ ആനന്ദിനി ബാല, നമുക്കത് കാണണ്ടേ. സോ അങ്ങനെ കുറെ കാലത്തിന്റെ ഒരു കാത്തിരിപ്പിന് ശേഷം ഫിലിം ബൈ ആനന്ദിനി ബാല ഡിസംബർ 6 റിലീസ് ആവുകയാണ്. മൊത്തം ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പ്രോസസ്സ് ഒരു 40-45 ഡേയ്സ് ഭയങ്കര രസമായിരുന്നു. ഹണിയുടെ കൂടെ ആയിരുന്നു എനിക്ക് കൂടുതൽ സമയം ഉണ്ടായിരുന്നത്. ആൻഡ് ഒരുപാട് എൻജോയ് ചെയ്ത ഒരു ക്യാരക്ടർ ആയിരുന്നു. ആൻഡ് വളരെ നന്നായിട്ട് വരുമെന്ന് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.